ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ അമിതാഭ് കാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയക്കുമെന്ന് സൂചനയുണ്ട്. ഏകീകൃത തിരിച്ചറിയൽ കാർഡ് സമിതിയുടെ മുൻ ചെയർമാൻ അജയ് ഭൂഷണും പരിഗണനാ പട്ടികയിലുണ്ട് എന്നാണ് വിവരം. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം പുതിയ അംഗങ്ങൾ ചുമതലയേറ്റ ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സമിതിയുടെ യോഗം തുടങ്ങിയോ? ഇന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ഇന്ന് തന്നെ അവർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണല്ലോ വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിൽ ഈ വിജയൻ പറഞ്ഞതിന് അനുബന്ധമായിട്ട് മറ്റു ചില സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള ചില വശങ്ങളുണ്ട്. കാരണം ഈ വിഷയം നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ നിയമനിർമ്മാണത്തിന്റെ സാധുത ചോദ്യം ചെയ്താണ് ഈ ഹർജികൾ എത്തുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതും ഒപ്പം ഈ നടപടികൾ ഈ കമ്മീഷണർമാർ അടക്കമുള്ളവർ ചുമതലയേൽക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിലവിൽ സ്റ്റാറ്റസ് കോ എന്നുള്ളത് ഈ കമ്മീഷണർമാർ ചുമതലയേറ്റു എന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. 6 പേരുടെ ഒരു കരട് പട്ടിക തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ മുൻ ED മേധാവിയുടെ പേര് ഈ കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. സഞ്ജയ് മിശ്ര പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിനൊപ്പം PC മോദി, രാധാ S ചൗഹാൻ, ദുർഗാശങ്കർ മിശ്ര, ഒപ്പം ദിബൻഗർ ഗുപ്ത, മഹാപാത്ര തുടങ്ങിയിട്ടുള്ള പേരുകളാണ് ഈ പട്ടികയിലുള്ളതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 6 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിൽ നിന്ന് നിയമമന്ത്രാലയമാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പട്ടികയിൽ നിന്നായിരിക്കും ഈ കമ്മീഷണർമാർ ആരൊക്കെ ആയിരിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പേരുകൾ ഇനി കടന്നു വരണമെങ്കിൽ അത് പ്രധാനമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ സമിതിക്കുള്ളിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടോ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സമിതി യോഗത്തിന് ശേഷം പുതിയ അംഗങ്ങളെ തീരുമാനിക്കും. ആ അംഗങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കും. നാളെയോ മറ്റന്നാളോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് സാഹചര്യമുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി നാളെ ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തിരക്കിട്ട് തന്നെ പുതിയ അംഗങ്ങളുടെ നിയമനം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേരുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJPയിൽ ചേർന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അംഗത്വം നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും BJPയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആരൊക്കെയാണ് BJPയിലേക്ക് എത്തിയത്? നേരത്തെ ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നാണ്. ആ പറഞ്ഞ പട്ടികയിലുള്ളവർ തന്നെയാണോ ഇപ്പോൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് തിരുവനന്തപുരത്ത്? വിജയകുമാർ, പത്മജ വേണുഗോപാൽ BJPയിൽ എത്തിയതിന് പിന്നാലെ തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP അംഗത്വം എടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. തിരുവനന്തപുരത്തെ ചില കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ BJPയിൽ ചേരുമെന്നതായിരുന്നു BJP സംസ്ഥാന നേതൃത്വം നൽകിയ സൂചന. ഇതിന് പിന്നാലെയാണ് ഇന്ന് 11 മണിയോടുകൂടി തന്നെ BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തമ്പാനൂർ സതീശും ഒപ്പം പത്മിനി തോമസും എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർക്ക് BJP അംഗത്വം നൽകും. DCC മുൻ ജനറൽ സെക്രട്ടറിയാണ് തമ്പാനൂർ സതീഷ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ അടുത്തിടെ തമ്പാനൂർ സതീഷ് വിട്ടത്. ഒപ്പം സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസും BJPയിൽ ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ഇക്കാര്യം പത്മിനി തോമസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. അതും പാർട്ടിയിലെ ചില അതൃപ്തികൾ, പ്രശ്നങ്ങൾ ആയിരുന്നു. പാർട്ടിയിൽ വേണ്ടത്ര
വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്ന് പത്മിനി തോമസ് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പത്മിനി തോമസ് ഇപ്പോൾ BJP-യിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. BJP തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണ്. ഈ ചടങ്ങിലാണ് ഇരുവർക്കും BJP അംഗത്വം നൽകുന്നത്. നേരത്തെ BJP ഔദ്യോഗിക സംസ്ഥാന കാര്യാലയത്തിൽ ആദ്യ വാർത്താ സമ്മേളനം നടക്കുമ്പോഴാണ് പത്മജ വേണുഗോപാലിന് BJP അംഗത്വം നൽകുന്നത്. ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് എത്തുന്നു എന്നതാണ് K സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിലും ഇടതുമുന്നണിയിൽ നിന്നും ഒപ്പം കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ BJP-യിൽ എത്തുമെന്നതാണ് K സുരേന്ദ്രൻ അടക്കം പറയുന്ന കാര്യം. എന്തായാലും നിലവിൽ രണ്ട് നേതാക്കളാണ് ഈ വേദിയിൽ വെച്ച് ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിക്കുന്നത്. ഇതിനു പുറമെ കോൺഗ്രസിൽ തന്നെ പാർട്ടി പ്രവർത്തകർ, ഒപ്പം കോൺഗ്രസിന് മുൻ DCC ജനറൽ സെക്രട്ടറി ഉദയകുമാർ അടക്കം ഈ BJP-യിൽ ചേരുമെന്ന് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കം BJP അംഗത്വം ഇന്ന് സ്വീകരിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രാദേശിക ഇപ്പോൾ തിരുവനന്തപുരം DCC-യുടെ മുൻ ജനറൽ സെക്രട്ടറി അംഗത്വം സ്വീകരിച്ചു. അങ്ങനെ ഈ വരുന്ന പ്രാദേശിക നേതാക്കളോടൊപ്പം ഈ പ്രവർത്തകരുണ്ടോ, മറ്റ് താഴെത്തട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഇവരോടൊപ്പം ഉണ്ടോ, അതോ ഈ രണ്ടുപേർ മാത്രം ഇന്ന് അംഗത്വം എടുക്കുകയാണോ ഉണ്ടായത്? ഈ രണ്ട് നേതാക്കൾ മാത്രമാണ് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ BJP സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്ന കാര്യം ഇവർക്കൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളടക്കം BJP അംഗത്വം സ്വീകരിക്കുന്നുണ്ട് എന്നതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DCC മുൻ ജനറൽ സെക്രട്ടറി ഉദയകുമാറിനൊപ്പം വട്ടിയൂർക്കാവിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കം BJP അംഗത്വം ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നതാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഔദ്യോഗികമായി ഇന്ന് ഈ നേതാക്കൾക്ക് വേദിയിൽ വെച്ച് പത്മിനി തോമസിനും ഒപ്പം തമ്മാനൂർ സതീശനുമായിരിക്കും അംഗത്വം നൽകുന്നത്. ഇവർക്കൊപ്പം തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും BJP അംഗത്വം സ്വീകരിക്കുമെന്നതാണ് K സുരേന്ദ്രൻ അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് എത്തുമെന്ന ഒരു സൂചന കൂടി K സുരേന്ദ്രൻ നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി BJP സംസ്ഥാന നേതൃത്വം അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്നു. പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഈ BJP-യിലേക്കുള്ള ഒരു വരവ് അല്ലെങ്കിൽ BJP പ്രവേശനം അടക്കം ഈ നേതാക്കൾ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പരമാവധി കോൺഗ്രസ് നേതാക്കളെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP. ശരി പ്രതീഷ്, സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJP-യിൽ ചേർന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് K സുരേന്ദ്രൻ നേതാക്കൾക്ക് അംഗത്വം നൽകി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. LDF-ൽ ചേരാനായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ EP ജയരാജൻ ക്ഷണിച്ചെന്ന ആരോപണം തള്ളി TG നന്ദകുമാർ. ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് കള്ളമെന്നും ദീപ്തിയാണ് ജയരാജനെ പോയി കണ്ടതെന്നും നന്ദകുമാർ 24-നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. VVPAT രസീതിന്റെ കോപ്പി തനിക്ക് വാട്സപ്പിൽ അയച്ചുവെന്നും നന്ദകുമാർ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ് അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് EP ജയരാജനെ വന്ന് കണ്ടത്. അന്ന് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ബൈ ഇലക്ഷൻ്റെ ചാർജുമായിട്ട് അധികം പാലാരിടത്തുണ്ട്, താമസം എവിടെയാണ്. കാരണം അധികം ഒന്നും പോയി കണ്ടിട്ടില്ല. വെറുതെ തെറ്റായ കാര്യമാണ്. അവർ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. അവർ രേഖപ്പെടുത്തിയ വോട്ട് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ അതിൻ്റെ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നത്. VVPAT കോപ്പി അങ്ങനെ എടുക്കാൻ പറ്റില്ല ആ വോട്ട് ചെയ്യാൻ ആക്കല്ലാതെ. അവരാണ് പറയണത്. ഈ വെറുതെ അസംബന്ധം അധിക്ഷേപിക്കുകയാണ് ഈ പേര്. അതൊന്നും ഒരു കാര്യമൊക്കെ നമ്മൾ ഒരു ബൈ ഇലക്ഷൻ സമയത്ത് ഒരു ചില കാര്യങ്ങൾ നമ്മൾ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ കാണണമെന്ന് ആര് വന്നാലും കാണൂലേ. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇത് കൂടുതൽ വഷളാവുകയാണല്ലോ ഈ ചർച്ച, ഈ വെളിപ്പെടുത്തലുകൾ. എന്താണിപ്പോൾ നന്ദകുമാർ പറയുന്നത്? ഈ ആ സമയത്ത് ദീപ്തി മേരി വർഗീസിനെ തൃക്കാക്കരയിൽ പരിഗണിക്കുന്നു സ്ഥാനാർത്ഥിയാകാൻ എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ചകളുടെ വിവരങ്ങളാണ് ഒരുപക്ഷെ നന്ദകുമാർ ഇപ്പോൾ പറയുന്നത് എന്ന് തോന്നുന്നു. ഇന്നലെ ദീപ്തി പറഞ്ഞതിനപ്പുറത്ത് മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ നന്ദകുമാർ പറയുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്?
വിജയകുമാർ, രാഷ്ട്രീയമായി തന്നെ ദീപ്തി മേരി വർഗീസ് മറുപടി പറയേണ്ട ഒരുപിടി ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ MLA കൂടിയായ ഉമാ തോമസിന് ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്തില്ല. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നതിൻ്റെ VVPAT രസീത് തനിക്ക് അയച്ചു തന്നു. അത് തൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയുമ്പോൾ ആ ആരോപണത്തിന് ഗൗരവകരമായ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ച ശേഷം EP ജയരാജനെ പാലാരിവട്ടത്തെത്തിയാണ് ദീപ്തി മേരി വർഗീസ് നേരിൽ കണ്ടത്. പാർട്ടിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ LDF ആലോചിച്ചിരുന്നില്ല എന്നുകൂടി ദല്ലാൽ നന്ദകുമാർ തുറന്നു പറയുകയാണ്. ഏതായാലും ഇന്നലെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, EP ജയരാജൻ താൻ കണ്ടു. രണ്ടാമത്തേത്, തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ രണ്ട് ആരോപണങ്ങളുമാണ് ഇപ്പോൾ അതിന് ഇടനിലയായി നിന്നു എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ തന്നെ നിഷേധിച്ചിരിക്കുകയും അതിലും ഗൗരവകരമായ മറ്റൊരാരോപണം, ഈ തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിക്ക് ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്തിട്ടില്ല എന്നും വോട്ട് ചെയ്തത് ആർക്കാണ് എന്നുള്ള VVPAT രസീത് തനിക്ക് അയച്ചു തന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായി വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ദീപ്തി മേരി വർഗീസിന് എന്തു പറയാനുണ്ട് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ പോലും ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് EP ജയരാജൻ CPM-ലേക്ക് മാത്രമല്ല BJP-ലേക്കുമുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് ആണ് എന്നുള്ളതാണ്. തന്നെക്കുറിച്ച് പറഞ്ഞവർ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ എന്നും അവർ പറഞ്ഞു. അതോടെയാണ് നമ്മൾ ദല്ലാൽ നന്ദകുമാറിനെ വീണ്ടും കണ്ടത്. അപ്പോഴാണ് ദല്ലാൽ നന്ദകുമാർ ദീപ്തി മേരി വർഗീസിനെ രാഷ്ട്രീയമായി തന്നെ വിശദീകരിക്കേണ്ട ഒന്നിലധികം കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല, സ്ഥാനാർത്ഥിയാകാത്തതിന്റെ മോഹഭംഗം അവർക്കുണ്ടായിരുന്നു. ഉമാ തോമസ് കഴിഞ്ഞാൽ അവരുടെ മകൻ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നോട് അവർ പറഞ്ഞു. അത് EP-യോടും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ വഷളാകുന്ന സ്ഥിതിയിലേക്കാണ് ഈ പ്രത്യാരോപണങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിൽ ഒരു ഭാഗത്തിന്റെ തെളിവ് നന്ദകുമാറിന്റെ ഫോണിൽ ഇപ്പോഴും കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലേ, അദ്ദേഹം അത് പുറത്തുവിടുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ആ തെളിവ് അവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം അത് ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം നമ്മളെ കാണിക്കാൻ പോലും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി കാര്യങ്ങൾ പറയേണ്ടത് ഈ ആരോപണം ശരിയാണോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണോ എന്ന് പറയേണ്ടത് ദീപ്തി മേരി വർഗീസാണ്. പക്ഷേ വലിയ രൂക്ഷമായ ഒരു രാഷ്ട്രീയമായ ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് KPCC-യുടെ ചുമതലയുള്ള കോൺഗ്രസിൽ ഒരു നേതാവായി പ്രവർത്തിക്കുന്ന ഒരാൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്ത ശേഷം ആ VVPAT-ന്റെ കോപ്പി അയച്ചു തന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആരോപണം ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് രാവിലെ പോലും ദീപ്തി മേരി വർഗീസ് അവകാശപ്പെട്ടത് തനിക്കെതിരായി പറഞ്ഞ ആളുകൾ തന്നെ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കട്ടെ എന്നുള്ളതാണ്. ഏതായാലും അത് എന്താണ് വിശദീകരിക്കാനുള്ളതെന്ന് അറിയാനാണ് നമ്മൾ വീണ്ടും ദല്ലാൽ നന്ദകുമാറിനെ നേരിൽ കണ്ടത്. അപ്പോഴാണ് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ, കൂടുതൽ രാഷ്ട്രീയ പ്രതികരണ ശേഷിയുള്ള ആരോപണങ്ങൾ നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. വിജയകുമാർ, യെസ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല എന്നാണ്. VVPAT റെസിപ്റ്റിന്റെ കോപ്പി തനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നുവെന്നാണ് TG നന്ദകുമാർ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഫോണിൽ അത് ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാറിനെ അത് കാണിച്ചു കൊടുത്തു എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപ്തി മേരി വർഗീസിന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആ വിശദാംശങ്ങൾ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 18,626 പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നത്. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഈ ശുപാർശയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? 2029 മുതൽ ഈ ശുപാർശ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാകാം എന്നതായിരുന്നു ഈ സമിതിയുടെ നിർദ്ദേശമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട്? വിജയൻ, അനൗദ്യോഗികമായിട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ റിപ്പോർട്ടുമായി ഉൾക്കൊള്ളുന്ന വിവരങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് 18,626 പേജുകൾ ഉള്ള റിപ്പോർട്ടാണ് ഇന്ന് സമിതി സമർപ്പിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രപതിയാണ് ഇനി അതിന്മേലുള്ള തുടർ നടപടിക്കായിട്ട് മന്ത്രിസഭയ്ക്ക് കൈമാറേണ്ടത്. മന്ത്രിസഭയാണ് ഇത് ശുപാർശ ചെയ്യുക. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട്
തയ്യാറായിരിക്കുന്നത്. രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം പ്രധാനപ്പെട്ട സംഘടനകൾ, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ ഒക്കെ അഭിപ്രായം തേടിയതിനു ശേഷം നിയമ കമ്മീഷൻ അടക്കമുള്ള കമ്മീഷനുകളുടെ നിലപാടുകളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ സാമ്പത്തികമായി ഒപ്പം മറ്റ് മേഖലകളിൽ ലോജിസ്റ്റിക് അടക്കമുള്ള കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം രാജ്യത്തിന് ഉണ്ടാക്കാനായി സാധിക്കും. മാത്രമല്ല എല്ലാ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് എന്ന വിധത്തിൽ വരുമ്പോൾ ഭരണപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വികസന കാര്യത്തിൽ ഉണ്ടാകുന്ന മന്ദഗതി, ഇതെല്ലാം മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2019 റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 51 മുതലുള്ള കാലങ്ങളിൽ ഏതാണ്ട് 67 വരെയുള്ള കാലങ്ങളിൽ രാജ്യത്ത് നടന്നു വന്നത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ്. പിന്നീട് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ് ഇത് മാറിയത്. ഈ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സങ്കല്പം തന്നെ വ്യക്തമാക്കുന്നത് എന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 2029 മുതലുള്ള തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം രാജ്യത്തെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും എന്ന വിധത്തിലാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആ സമയത്തുള്ള ശരി ആർ കെ, ഏതായാലും വളരെ നിർണായകമായ ശുപാർശകളുള്ള റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത് രാഷ്ട്രപതിക്ക്. 18,626 പേജുകൾ, 191 ദിവസത്തെ സിറ്റിങ്ങുകൾ, അതിനുശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറിയിരിക്കുന്നത്. 2029 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ മാറാം എന്നതാണ് ഈ സമിതിയുടെ ശുപാർശ. അതിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയെയാണ് ഇക്കാര്യം അറിയിച്ചത്. കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. ഹർജി വാദം കേൾക്കുന്നത് ഈ മാസം 27 മാറ്റി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ വിജിലൻസിന്റെ വിശദീകരണം എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ ധാതുമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും അതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും അടക്കം 7 പേർക്കെതിരെയായിരുന്നു ഹർജി. ഈ ഹർജി ഫയൽ സ്വീകരിച്ച സമയത്ത് തന്നെ സർക്കാർ അഭിഭാഷകൻ ചില എതിർപ്പുകൾ അറിയിക്കുകയും ചെയ്തു. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് വിജിലൻസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ അഴിമതി നിരോധന വകുപ്പ് പരിധിയിൽ വരില്ല. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതി പരിഗണിച്ചു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അന്വേഷണം സാധ്യമല്ലെന്നുള്ള നിലപാട് വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസിൽ പ്രത്യേകമായി വാദം കേൾക്കേണ്ടതുണ്ടെന്ന് കോടതിയും അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ ഹർജി 27 മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. ഷഫീദ്, ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് നേരത്തെ വിജിലൻസ് അക്കാര്യം അറിയിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അത് അത്തരമൊരു കേസിലേക്ക് പോകാൻ കഴിയില്ല എന്നതായിരുന്നു വിജിലൻസിന്റെ നേരത്തെയുള്ള നിലപാട്. അത് ഇന്ന് ഔദ്യോഗികമായി കോടതി അറിയിക്കുന്നു. ഇതിൽ ഇനിയും ഈ ഹർജിയുടെ മെറിറ്റിലേക്കായിരിക്കുമല്ലോ വിജിലൻസ് കോടതി കടക്കുക അടുത്ത സിറ്റിംഗിൽ, അല്ലേ? സ്വാഭാവികമായും ഈ ഹർജിയുടെ മെറിറ്റ് പരിശോധിക്കണം. അതിനുമപ്പുറത്തേക്ക് ഹർജിയിൽ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ റെഗുലേഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി വിശദമായ വാദം കേൾക്കുന്നത് ഈ മാസം 27 മാറ്റിയിട്ടുള്ളത്. ഏതായാലും വിജിലൻസിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാണ്. കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയം, ആ വിഷയം വിജിലൻസിന് കേസെടുക്കാൻ കഴിയില്ല. മാത്രവുമല്ല വിജിലൻസിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല എന്നുള്ളൊരു കാര്യം കൂടി വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലടക്കം വിശദമായ വാദം ഒരുപക്ഷെ 27-ാം തീയതി ഉണ്ടാകും. വിജയകുമാർ. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ വിശദമായ വാദം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മാസം 27-നാണ് ഹർജി പരിഗണിക്കുന്നത്. കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് വിജിലൻസ് ഇന്ന് ഔദ്യോഗികമായി വിജിലൻസ് കോടതി അറിയിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.